ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഒരാഴ്ചയായിട്ട് ഓണസദ്യയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഓണത്തിനൊക്കെ ഹറിബറിയായി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരേ വലുപ്പത്തിൽ നല്ല ഭംഗിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കേട് എടുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, വേപ്പാല. ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിയൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ചേന, ക്യാരറ്റ്, കായ, പിന്നെ ബീൻസ്, നമ്മുടെ ഉപ്പേരിയുടെ തോരൻ വെക്കുന്ന പയർ, അച്ചിങ്ങപ്പയർ എന്നൊക്കെ പറയില്ലേ, ആ പയർ, പിന്നെ നല്ല മുരിങ്ങക്കായ്, ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് കുമ്പളങ്ങയൊന്നും ഇതിലിടുന്നത് താല്പര്യമില്ല. അപ്പം അത് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഇത്രയും പച്ചക്കറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മളിത് വെള്ളം അധികം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാറില്ല. നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ വാട്ടി വരികയാണ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം. ഫ്രൈ ആയി പോകുന്നുണ്ട് തോന്നുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ. അല്ലാണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. അപ്പോൾ നമ്മളൊരു 6-7 മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇതേപോലെ ഇളക്കിയെടുത്താൽ തന്നെ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കത് അവിടെ വേവുന്ന നേരം കൊണ്ട് അരച്ചെടുക്കാം. ഞാനൊരു 3 പച്ചമുളകിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് അരച്ചെടുക്കുകയാണ്. നമ്മൾ കറിക്ക് അരയ്ക്കുന്ന പോലെ ഫൈനായിട്ട് അരയൊന്നും വേണ്ട. ഒരു ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് തുള്ളി വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ വേപ്പില, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെയും നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഇതിൽ പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇപ്പം തന്നെ കേട്ടോ. ബാക്കി നമുക്ക് തൈര് ഒഴിച്ചിട്ട് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മതി. എനിക്ക് തൈര് തീരെ പുളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ തുറന്ന് വെച്ച് ഇതുപോലെ ഇളക്കി എടുത്താലും മതി. അതിന് ശേഷം ഇത് വെന്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മൾ പച്ചമുളക് ചേർത്ത് അരപ്പ് തയ്യാറാക്കിയിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിത് തേങ്ങ ഒഴിച്ചതിന് ശേഷം കുറേ നേരമൊന്നും കുക്ക് ചെയ്യരുത്. 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും മതിയാവും. അല്ലെങ്കിൽ തേങ്ങ മതിരിക്കുമെന്നും അറിയില്ല അധികം കുക്ക് ചെയ്താൽ. അപ്പോൾ അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 3 മിനിറ്റൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ ഒരുമിച്ച് യോജിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ സദ്യയിലൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ, അതിങ്ങനെ മേലേക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 വേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെനിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു വാഴയില വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലയുടെ ടേസ്റ്റും കൂടി ഇതിന് കിട്ടും കേട്ടോ. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക, മറക്കരുത് കേട്ടോ.